CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുവെന്ന് ഡൽഹി ബ്യൂറോ പറയുന്നു. ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് സീതാറാം യെച്ചൂരി. വിദേശത്ത് നിന്നെത്തിച്ച പുതിയ മരുന്ന് നൽകി തുടങ്ങിയെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. യെച്ചൂരിയുടെ നില ഗുരുതരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഫ്രം ദ ഹോസ്പിറ്റൽ? ഗുഡ് മോർണിംഗ് SKN. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഡൽഹി എയിംസ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. ചൊവ്വാഴ്ച വൈകിട്ട് അദ്ദേഹത്തിന് വിദേശത്തു നിന്ന് എത്തിച്ച ഒരു പുതിയ മരുന്ന് ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. 48 മണിക്കൂറാണ് അതിൽ നിർണായകമാണ് എന്ന് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ആ സമയപരിധി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തെ ചികിത്സിക്കുന്നതിനായി വിദേശത്തു നിന്നും വിദഗ്ധ ഡോക്ടർ ഇന്ന് എത്തും എന്നുമാണ് പാർട്ടി നേതൃത്വം നൽകുന്ന വിവരം. ആ ഡോക്ടർ പരിശോധിച്ച ശേഷം കൂടുതൽ ചികിത്സ മാറ്റേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപദേശങ്ങളും മറ്റും സ്വീകരിക്കാനാണ് നിലവിലുള്ള തീരുമാനം. അദ്ദേഹത്തെ കഴിഞ്ഞ ഓഗസ്റ്റ് 19-നാണ് അദ്ദേഹത്തെ ന്യൂമോണിയ ബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് അദ്ദേഹത്തിന് ശ്വാസകോശ അണുബാധ ഏറ്റതായി പരിശോധനയിൽ കണ്ടെത്തുകയും തുടർന്ന് അദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അല്പം വഷളായിരുന്നു. അതിൽ നിന്നും നേരിയ പുരോഗതി ഇപ്പോൾ ഉണ്ടായി എന്നുമാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ കടന്നുപോകുന്ന മണിക്കൂറുകൾ നിർണായകമാണ് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേർന്നത്. അദ്ദേഹം വേഗം സുഖം പ്രാപിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.